ഇനി മണിക്കൂറുകൾ മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമുക്കെതിരെ ചുമത്തിയിരിക്കുന്ന ആ തീരുവ അത് പ്രാബല്യത്തിൽ വരാൻ ഓഗസ്റ്റ് 1-ന്, അതായത് നാളെ മുതൽ അത് പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ വ്യാപാര മേഖലയെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. ദോഷകരമായി തന്നെ ബാധിക്കും, പ്രതികൂലമായി തന്നെ ബാധിക്കും. അതിന്റെ ആദ്യ ചലനങ്ങൾ വിപണിയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അമേരിക്ക നമ്മൾ ഒരു കയറ്റുമതി രാജ്യം എന്ന നിലയിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം അത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. കയറ്റുമതി എത്രയാണ്, എന്തൊക്കെയാണ് നമ്മൾ കയറ്റുമതി ചെയ്ത് അയക്കുന്നത് അമേരിക്കയിലേക്ക് എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിച്ചു പോകാം. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി എത്ര എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരിശോധിക്കേണ്ടതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ കാണുന്നത് പോലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത്, സിലിക്കൺ വാലിയിലേക്ക് പോകുന്നത് കൂടുതലും ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. ആകെ കയറ്റുമതിയുടെ 35% ആണ് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ 35% ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. തൊട്ട് പിന്നിൽ നിൽക്കുന്നത് 40%-ഓളം രത്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സ്വർണ്ണ ഉൽപ്പന്നങ്ങളുണ്ട്. രത്നങ്ങളും സ്വർണ്ണ ഉൽപ്പന്നങ്ങളും കയറ്റുമതിയുടെ 40% വരും. അത് കഴിഞ്ഞാൽ മരുന്നാണ്, ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. മരുന്നുൽപ്പന്നങ്ങൾ ആകെ കയറ്റുമതിയുടെ 54.5% മരുന്നുൽപ്പന്നങ്ങളാണ്. അത് തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ, വിപണിയിൽ നമ്മൾ കണ്ടു. ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ തകർച്ചയിൽ നിന്നാണ് വ്യാപാരം തുടങ്ങിയത്. അത് കഴിഞ്ഞാൽ വസ്ത്രമാണ്. വസ്ത്ര വ്യാപാര മേഖലയും ഇത് ദോഷകരമായി ബാധിക്കും. 51.3% ടെക്സ്റ്റൈൽസ് മേഖലയിൽ ആകെ കയറ്റുമതിയുടെ 51.3% നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ് എന്ന് ഓർക്കണം. അത് കഴിഞ്ഞ് ഫർണിച്ചർ, കിടക്കകൾ, അങ്ങനെയുള്ള വസ്തുക്കളും നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. നമ്മൾ ആകെ കയറ്റുമതി ചെയ്യുന്നതിൽ 54.8% നമ്മൾ അമേരിക്കയിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ചവിട്ട് മെത്തകൾ, അതിനും വലിയ വിപണിയാണ് ഇന്ത്യയെ സംബന്ധിച്ച്. അമേരിക്ക വലിയ മാർക്കറ്റാണ് അമേരിക്ക. നോക്കൂ, നമ്മൾ കയറ്റുമതി ചെയ്ത ചവിട്ട് മെത്തകളിൽ 62.8% നമ്മൾ അയക്കുന്നത് അമേരിക്കയിലേക്കാണ്. ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ദോഷകരമായി തന്നെ നമ്മളെ ബാധിക്കും. ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, നിബന്ധനകളൊക്കെ പാലിക്കാൻ സ്വാഭാവികമായും നമുക്ക് പ്രയാസമുണ്ട്. ക്ഷീര കാർഷിക വിപണിയൊക്കെ തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം. അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ ഘട്ടത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്.